നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നു. പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. എം സ്വരാജും മോഹൻ ജോർജും PV അൻവറും പത്രിക സമർപ്പിക്കും. UDF കൺവെൻഷൻ വൈകിട്ട് KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. PV അൻവറിന്റെ പേരിൽ UDF-ൽ കലഹം. കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിട്ടും മുന്നണി പ്രവേശനം നടക്കാതിരുന്നതിൽ കടുത്ത അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. VD സതീശന് രൂക്ഷ വിമർശനം. തീരുമാനം വൈകിച്ച് വഷളാക്കിയെന്ന് ലീഗ് നേതൃയോഗത്തിൽ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കഴിയും വരെ പരസ്യ പ്രതികരണമില്ല. മധ്യവേനൽ അവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നു. പ്രവേശനോത്സവത്തിന്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ സ്കൂളിൽ. ഈ വർഷം ക്ലാസ് സമയം അരമണിക്കൂർ അധികം. 10ാം ക്ലാസ്സിൽ റോബോട്ടിക്സും പഠിക്കാം. NHAI ചെയർമാൻ ചീഫ് സെക്രട്ടറി കൂടിക്കാഴ്ച ഇന്ന്. ദേശീയപാതാ നിർമ്മാണ പ്രശ്നങ്ങളും പുനർനിർമ്മാണവും ചർച്ച ചെയ്യും. നഷ്ടപരിഹാര വിതരണവും വിഷയമാകും. സംസ്ഥാനത്തെ തീവ്ര മഴയ്ക്ക് ശമനം. ഇന്ന് കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട് മാത്രം. മറ്റ് ജില്ലകളിൽ അലർട്ടില്ല. കൊച്ചിയിൽ ഒഴുക്കിൽപ്പെട്ട ടാൻസാനിയൻ നാവിക ഉദ്യോഗസ്ഥനായി തെരച്ചിൽ തുടരുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. മരണം 30ആയി. അസമിലെ 11 ജില്ലകളിൽ പ്രളയം. മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലും വെള്ളത്തിൽ. മണ്ണിടിഞ്ഞ് അരുണാചൽ ഒറ്റപ്പെട്ടു. IPL ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സിന് എതിരാളികൾ പഞ്ചാബ് കിങ്സ്. ഫൈനൽ പ്രവേശം. മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിന് തകർത്ത് വിജയശില്പിയായി ശ്രേയസ് അയ്യർ. ഇപ്പോൾ വിശദമായി നമ്മൾ കടക്കുകയാണ്. ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. 10 മണിയോടുകൂടി പ്രവേശനോത്സവം ആരംഭിക്കും. എന്തായാലും കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമ്പോൾ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ സമയക്രമവും അങ്ങനെ സമഗ്രമായ മാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് ഇത്തവണ തുടക്കമാകുന്നത്. 10ാം ക്ലാസ്സിൽ റോബോട്ടിക്സ് പഠന വിഷയമാകുന്നതും ശ്രദ്ധേയമാണ്. സാരംഗ് സുധാകരനും ഡാനി പോളുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം സാരംഗ് സുധാകറിലേക്ക് പോവുകയാണ്. സാരംഗ്, സ്കൂളുകളിലേക്ക് ഇപ്പോൾ കുട്ടികൾ എത്തുന്ന ഒരു സമയമാണ്. എങ്ങനെയാണ് ഇപ്പൊ എവിടെയാണ് സാരംഗ് ഉള്ളത്? ഞങ്ങൾ കോട്ടൺ ഹിൽസ് LP സ്കൂളിലാണ് നിലവിലുള്ളത്. ഇവിടെ കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഗോപിനാഥ് മുഗ്ദുകാടാണ്. അദ്ദേഹത്തിന്റെ ഒരു മാജിക് ഷോയോട് കൂടിയാണ് ഇവിടെ കുഞ്ഞുങ്ങളെ വരവേൽക്കുന്നത്. മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും കുട്ടികളൊക്കെ വേദിയിലേക്ക് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ ട്രാഫിക് ബ്ലോക്കും മറ്റുമൊക്കെ, അതായത് ഇത്രയും ദിവസം 2 മാസം കാണാത്ത വിധത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്കൊക്കെ ടൗണിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം കുട്ടികളെ കൃത്യസമയത്ത് സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് രക്ഷിതാക്കളെല്ലാം. ചിലരൊക്കെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുട്ടികളെല്ലാം കുട്ടികളെല്ലാം വളരെ ആകാംക്ഷയോടെയും പിന്നെ അതേപോലെ തന്നെ സങ്കടത്തോടെയൊക്കെ വന്നിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് ഇവിടെ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബാഗ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ സമ്മാനങ്ങളും മറ്റ് കലാപരിപാടികളും, അങ്ങനെ വിപുലമായ പരിപാടികളാണ് ഇവിടെ കോട്ടൺ ഹിൽസിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ LP സ്കൂൾ ആയതിനാൽ ഇവിടെ കാര്യമായ മറ്റ് ടൈമിങ്ങിലും കാര്യങ്ങളിലും സമയക്രമത്തിലൊന്നും മാറ്റങ്ങളൊന്നും നിലവിലില്ല. UP സ്കൂളിലും ഹൈസ്കൂൾ മുതലാണ് ഇത്തവണ സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. 9:45 മുതൽ അതേപോലെ 4:15 വരെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിപുലമായ പാഠ്യേതര പദ്ധതികളാണ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. അതിന് ലഹരിയും മറ്റ് സാമൂഹ്യ വിപത്തുകളൊക്കെ നേരിടുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പദ്ധതികൾ, 2 ആഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ക്ലാസുകളും മറ്റും നല്ല പൌരന്മാരായി വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നുള്ള തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ വിപുലമായ പരിപാടികൾ, പാഠ്യവിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള പാഠ്യേതരം നല്ല പൌരന്മാരെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ള ലക്ഷ്യം വെച്ചുള്ള പരിപാടികളാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. പ്രവേശനോത്സവം ഔദ്യോഗികമായി സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത് ആലപ്പുഴയിൽ വെച്ചാണ്. അതിനുശേഷം അത് തത്സമയ സംപ്രേഷണം ചെയ്ത ശേഷമാകും മറ്റുള്ള എല്ലാ സ്കൂൾ തലത്തിലുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്.
നിലവിൽ ഇവിടെ കോട്ടൺ ഹിൽസിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഗോപിനാഥ് മുതുകാടാണ്. അദ്ദേഹത്തിന്റെ മാജിക് ഷോ ഉണ്ടാവും എന്നുള്ള കരുതുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വേദിയിലേക്ക് വന്ന് ഇരിക്കുന്നതേയുള്ളൂ. ആര്യ, യെസ്, കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നാണ് സാരംഗ് നമുക്കൊപ്പം ചേർന്നത്. അവിടെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. അവിടെ 10 മണിയോടുകൂടി ഈ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നതിന് ശേഷമാണ് സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിലെല്ലാം ഇത്തരത്തിൽ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം നടക്കുക. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നമുക്ക് എറണാകുളത്തേക്ക് കൂടി ഒന്ന് പോകാം. ഡാനി ഇപ്പോൾ ഉണ്ട് നമുക്കൊപ്പം. ഡാനി ഏത് സ്കൂളിലാണോ ഉള്ളത്? അവിടെ കുട്ടികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഇന്ന് നല്ല രസമുള്ള കുറെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ആദ്യമായി 1-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ LKG ഒക്കെ ചേരാൻ വരുന്നതിന്റെ സങ്കടത്തോടു കൂടി ചെറിയ പിണക്കങ്ങളൊക്കെ ആയിട്ട് എത്തുന്ന കുറെ കുരുന്നുകളെ കാണാം. അതോടൊപ്പം അല്ലെങ്കിൽ പുതിയ ബാഗും പുത്തനുടുപ്പും ഒക്കെ ഇട്ട് സ്കൂളിലെത്തി കൂട്ടുകാരെയൊക്കെ കാണുന്നതിന്റെ സന്തോഷമുള്ള കുറെ പേരെ കാണാം. അങ്ങനെ വ്യത്യസ്തമായ കുറെ മുഖങ്ങൾ, രസമുള്ള കുറെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. ആര്യ, തീർച്ചയായും. കാരണം ഈ ദിവസം വളരെ സന്തോഷത്തിൻ്റെതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പലപ്പോഴും നേരത്തെയും വിദ്യാലയങ്ങൾ തുറക്കുന്നു, അത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴേക്ക് വരുമ്പോഴേക്ക് ഇവിടെ നോക്കുക ആര്യ, ഞാനുള്ളത് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ്. 1-ാം ക്ലാസ്സിലേക്ക് എത്തിയ കുരുന്നുകൾ കിരീടമൊക്കെ വെച്ച് ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന, കാരണം അങ്ങനെ ഒരു കരച്ചിലിൻ്റെ അന്തരീക്ഷം ഏതായാലും ഇപ്പോഴില്ല. വളരെ സന്തോഷത്തോടു കൂടി നോക്കുക, എല്ലാവരും വളരെ കിരീടമൊക്കെ ചൂടി സന്തോഷിച്ച് പുതിയ ബാഗ് എല്ലാ കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ സമയം ഏതായാലും ചിരിക്കുന്ന മുഖങ്ങൾ തന്നെയാണ് എല്ലാവരിലുമായിട്ടുള്ളത്. കിരീടങ്ങളൊക്കെ ചൂടി എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇനി അതിനപ്പുറത്തേക്ക് വരുമ്പോഴേക്കും അവിടെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. മോളെ പുതിയ ബാഗ് വാങ്ങിച്ചോ? ചിരിച്ചിരിക്കല്ലേ? അങ്ങനായിട്ട് കരയിപ്പിക്കല്ലേ? അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആ കുട്ടികൾ തന്നെയാണ് ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നെല്ലാം തന്നെ പറയുന്നത്. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് TJ വിനോദ് MLA ആണ്, എറണാകുളം MLA ആണ്. അത് ചടങ്ങ് കുറച്ച് സമയത്തിനകം തന്നെ കഴിയും. ഹലോ, പിടിക്കായിട്ടുണ്ടല്ലോ. എല്ലാം ഇഷ്ടമുള്ള ദശ. കൂട്ടുകാരായോ? ആര്യ, നോക്കൂ, നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്വാഭാവികമായി ഈ ദിവസത്തിൻ്റെ അകമ്പടി എന്നെല്ലാം പറയുന്ന കരച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം മിടുക്കന്മാരും മിടുക്കികളും എല്ലാമായിട്ട് എവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ, അഹമ്മദ് അമാൻ ജാമിൻ ആർ. ഇഷ്ടമായോ ക്ലാസ്സിലേക്ക് വന്നിട്ട്? എന്തൊക്കെയാ വാങ്ങിച്ചു? പുതിയ കുടയും ബാഗൊക്കെ ഉണ്ടോ? സന്തോഷമായി? ബാഗ് എന്താ പടം? എന്തായാലും യൂണിക്കോണിന്റെ പാവയും പേരെന്താടാ? എന്തായാലും ആര്യ, ഈ രീതിയിലുള്ള സന്തോഷമുള്ള കാഴ്ചകളെല്ലാം തന്നെയാണ് ഇവിടെയുള്ളത്. ഇത് കുറച്ച് സമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഇവിടേക്ക് അപ്പുറത്തേക്ക് ഉദ്ഘാടന ചടങ്ങെല്ലാം നടക്കുന്നിടങ്ങളിലേക്കെല്ലാം തന്നെ കൊണ്ടുപോകും. അതിനുശേഷം ഇന്ന് പ്രവേശനോത്സവം നടക്കുന്നതുകൊണ്ട് ഈ എല്ലാ ക്ലാസ്സുകളിലെയും തന്നെ ആദ്യഘട്ടത്തിലേക്ക് എത്തിയ കുട്ടികൾ ഈ കുരുന്നുകൾക്കൊപ്പം തന്നെ ഉണ്ടാകും. അതിനുശേഷം ഉദ്ഘാടനം കാര്യങ്ങളും എല്ലാം തന്നെ അവിടേക്ക് നടക്കും. തിരിച്ച് ഈ ക്ലാസ്സുകളിലേക്ക് എത്തും. ഇന്ന് അവിടേക്ക് മറ്റ് മാതാപിതാക്കൾക്കൊപ്പം തന്നെ പോകാൻ കഴിയുമെന്നാണ് അധ്യാപകർ അറിയിക്കുന്നത്. കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം വീണ്ടും നാളെ മുതൽ പഴയ അധ്യയന ദിവസത്തിലേക്കെല്ലാം തന്നെ നടക്കും. എല്ലാവരും വളരെ സന്തോഷത്തോടെ പുതിയൊരു ലോകത്തിലേക്ക് ചുവട് വയ്ക്കുന്നു എന്നത് സന്തോഷകരമായ കാഴ്ചകൾ തന്നെയാണ്. ഡാനി, ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിലെ പോലെ അല്ല, 1-ാം ക്ലാസ്സിലേക്ക് നേരിട്ട് സ്കൂളിൽ എത്തുന്ന കുട്ടികളല്ല മിക്കവരും. എല്ലാവരും തന്നെയും ഇത്തരത്തിൽ LKG യും UKG ഒക്കെ കടന്ന് 1-ാം ക്ലാസ്സിൽ
എത്തുന്ന കുട്ടികൾ. അപ്പോൾ സ്കൂളിൽ പോയിട്ടുള്ള പരിചയമൊക്കെ എല്ലാവർക്കും ഉണ്ട്, ക്ലാസ്സിലിരുന്നൊക്കെയുള്ള. അതുകൊണ്ടായിരിക്കും പണ്ടത്തെ പോലെ ഈ ആദ്യമായിട്ട് ക്ലാസ്സിലെത്തുമ്പോൾ ഉള്ള കരച്ചിലും ബഹളമൊന്നും ഇപ്പോൾ അങ്ങനെ കാണാൻ കഴിയാത്തത്. എന്തായാലും കുട്ടികൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് സന്തോഷമുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്രമായ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ അധ്യയന വർഷം തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനോടും കൂടി നമുക്ക് ചോദിക്കാം, ഈ പാഠപുസ്തകം പഠിപ്പിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റ് തലത്തിലുള്ള ക്ലാസ്സുകളൊക്കെയും ഒരു നല്ല പൗരനായി വളരാൻ, നല്ല വ്യക്തിയായി വളരാനുള്ള ക്ലാസ്സുകളൊക്കെയും കുട്ടികൾക്ക് അവിടെ നൽകി തുടങ്ങുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. അത് ഈ 1-ാം തലം തൊട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനോടും കൂടി ചോദിക്കാമെന്ന്. തീർച്ചയായും ആര്യ, കാര്യം അത് ചോദിക്കേണ്ടത് തന്നെയാണ്. അപ്പം ആര്യ സൂചിപ്പിച്ചതുപോലെ കളിയും അല്ലെങ്കിൽ അത്തരം കരച്ചിലും എല്ലാം തന്നെ താഴ്ന്ന ക്ലാസ്സുകളിൽ നിന്ന് വെച്ച് തന്നെ അവരത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവരത് പരിചയസമ്പന്നരായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ടീച്ചറെ, തയ്യാറെടുത്തോ? കഴിഞ്ഞോ? കുട്ടികളെ ഇനി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം? അതെ, അങ്ങോട്ട് കൊണ്ടുപോകണം സാറേ. നമ്മുടെ എന്തായാലും കുട്ടികളൊക്കെ നല്ല വളരെ മിടിക്കുക. ഇതിൽ ഇപ്പോൾ ഈ പുതിയ ചില മാറ്റങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ, അധ്യയന പാഠ്യാവലിയെല്ലാം സംബന്ധിച്ച് പാഠ്യാവലിയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും കൂടുതൽ എന്തെങ്കിലും കുട്ടികൾക്ക് കൂടുതലായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? കാരണം ഒരു അടിസ്ഥാനത്തിലെല്ലാം തന്നെ അവർ ഒരുക്കിയെടുക്കുക എന്നത് പ്രാഥമിക തലം മുതൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. എങ്ങനെയാണ്, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ 1-ാം തരം എന്നെല്ലാം? സാറേ, കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് അക്ഷരങ്ങളും ഇതുപോലെ കളിയിലൂടെയും ചിരിയിലൂടെയും അവർ ടെൻഷനില്ലാതെ ജീവിതം മുന്നോട്ട് പോകണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഭയങ്കര പ്രഷറും പിള്ളേർക്ക് മൊബൈലിൻ്റെ അഡിക്റ്റും. ആ പിള്ളേർ പ്രകൃതിയോടും മറ്റുള്ളതിലൂടെയൊക്കെ ചേർന്ന് കളിയിലൂടെയും ചിരിയിലൂടെയും പോകണം എന്നുള്ള ഒരു ഇതിലൂടെയാണ് ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഉള്ള ഒരു അതിസമ്മർദ്ദവും അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോണുകളോടാണ് കൂടുതൽ പെട്ടെന്ന് പരിചയം. കാരണം ഒരുപക്ഷെ ആദ്യത്തെ കൂട്ടുകാരൻ അതാണെന്ന് പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാലം എത്തിയിരിക്കുന്നു. അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി സമൂഹത്തെ മനസ്സിലാക്കുക, ഈ സാമൂഹ്യപരമായ വിഷയങ്ങൾ മനസ്സിലാക്കുക, ആരാണ് ചുറ്റുമുള്ളത് എന്നത് അവരെ പഠിപ്പിക്കുക എന്നതെല്ലാം തന്നെയും ഈ ഒരു ചുവടുവയ്പ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നോക്കുക, വളരെ സന്തോഷകരമായിട്ട് പൂക്കളെ പോലെ ചിരിച്ചുകൊണ്ട് മനോഹരമായ കിരീടങ്ങളെല്ലാം ചൂടിക്കൊണ്ട് അവർ നടന്നു പോകുന്നത് അവരുടെ തന്നെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നാളുകളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പുകൾ തന്നെയാണ്. ഏതായാലും വളരെ സന്തോഷകരമായ കാഴ്ചകൾ തന്നെയാണ്. ചിരിക്കുന്ന കുട്ടികളുടെ മുഖം കാണുക എന്നത് തന്നെയും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഏതായാലും അവരെല്ലാം ഇനിയിപ്പോൾ ഇവിടെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളുമെല്ലാം തന്നെ ഉണ്ട്. അതിനുശേഷം തിരികെ ക്ലാസ് മുറികളിലേക്ക് അവർ എത്തും. ഇതിനുശേഷം ഇന്ന് മാതാപിതാക്കൾക്കൊപ്പം തന്നെ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകും. വലിയ രീതിയിലുള്ള പഠനങ്ങളോ കാര്യങ്ങളോ ഇന്ന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം മുതൽ ഒരു അധ്യയന ദിവസങ്ങൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയുമാണ്. ഇവിടെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉണർന്ന് വരുന്ന മിടുക്കന്മാരുമെല്ലാം ഇനി ഈ സ്കൂളിൻ്റെ ഭാഗമാകുന്നു. 10-ാം തരം വരെ 12-ാം തരം വരെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തുടർന്ന് മുന്നോട്ട് പോകുവാനുള്ള പിന്നീട് അവശേഷിക്കുന്ന വലിയൊരു കാലം സജീവമായിട്ട് സ്കൂളിൽ തുടരുന്നതിൻ്റെ ആദ്യ ദിവസം കൂടിയാകുന്നു ഇന്ന്. തീർച്ചയായും ഡാനി പോളാണ് എറണാകുളത്ത് നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വളരെ വർണ്ണാഭമായി തന്നെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. എറണാകുളം ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാവരും ഇപ്പോൾ ആ പ്രവേശനോത്സവ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള കിരീടമൊക്കെ ചൂടി വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. നമുക്ക് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോകാം. സാരംഗ് സുധാകരൻ അവിടെ കോട്ടൺ ഹിൽ സ്കൂളിൽ തുടരുന്നുണ്ട്. സാരംഗ്, അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടോ? എങ്ങനെയാ, ആക്റ്റീവാണോ എല്ലാവരും? പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. പേടിയുണ്ടോ ചിലർക്കെങ്കിലും? എങ്ങനെയാണ്? അതോ എല്ലാവരും ചിരിച്ചു കളിച്ച് വളരെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി ഇരിക്കുകയാണോ? സാരംഗ് കേൾക്കാമോ? ഓക്കെ,
ഓക്കെ, സാരംഗിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും പുതിയ അധ്യയന വർഷത്തിന് വളരെ വർണ്ണാഭമായ തുടക്കം കുറിക്കുകയാണ്. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്തായാലും വളരെ വലിയ മാറ്റങ്ങളോട് കൂടിയാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ സമയക്രമത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അരമണിക്കൂർ കൂടുതൽ കുട്ടികൾക്കിനി ക്ലാസ്സിൽ ചെലവഴിക്കണം. അരമണിക്കൂർ കൂടുതൽ സമയം കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇത്തവണ മുതൽ 6 മുതൽ 7 ശനിയാഴ്ച വരെ ഇനി ഈ വർഷം ക്ലാസ്സുകൾ അധികമായി ഈ അധ്യയന വർഷത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രത്യേകതയുണ്ട്. അതോടൊപ്പം സിലബസിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം AI-യുടെയും റോബോട്ട്സിൻ്റെയും ഒക്കെ കാലമാണ്. അപ്പോൾ റോബോട്ടിക്സ് ഒരു പ്രധാന വിഷയമായി ഈ സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിൽ റോബോട്ടിക്സ് ഒരു വിഷയമായി വന്നിരിക്കുന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കറിയാം, സമൂഹത്തിൽ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള ലഹരി എന്ന വലിയ വിപത്തുണ്ട്. അതോടൊപ്പം അക്രമ സംഭവങ്ങളൊക്കെ ധാരാളമായി കൂടി വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് തെറ്റേതാണ് ശരി ഏതാണ്, ഒരു പൗരൻ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, പെരുമാറണം, മറ്റുള്ള സഹജീവികളെ എങ്ങനെ സ്നേഹവായ്പോടെ നോക്കിക്കാണണം എന്നുള്ളതൊക്കെ അറിയില്ല. അവരെപ്പോഴും മൊബൈലിനും കമ്പ്യൂട്ടറിനും മറ്റ് AI സാങ്കേതിക വിദ്യകൾക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ കുട്ടികളെ അത്തരത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വളർത്തിയെടുക്കുക എന്ന് പറയുന്നതും വലിയൊരു പ്രയത്നമാണ്. അപ്പോൾ അത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ്. അതിന് സ്കൂളിനും ടീച്ചേഴ്സിനും പാഠ്യപദ്ധതിക്കുമെല്ലാം വലിയ പങ്ക് വഹിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ കുട്ടികളെ ഇത്തരത്തിൽ നേരെ ക്ലാസ് തുടങ്ങുന്നു, പതിവ് പോലെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ നിന്ന് മാറി ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാനുള്ള പുതിയ നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. സൂംബ അടക്കമുള്ള അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള സൂംബ ഡാൻസ് പോലെയുള്ള കലാപരിപാടികളും അവരെ അഭ്യസിപ്പിക്കുന്നുണ്ട് എല്ലാ കുട്ടികളെയും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത്തവണത്തെ അധ്യയന വർഷത്തിന്. സാരംഗിലേക്ക് പോകാം. സാരംഗുണ്ട് നമുക്കൊപ്പം കോട്ടൺ ഹില്ല് സ്കൂളിൽ നിന്ന്. സാരംഗ്, എങ്ങനെ എല്ലാവരും അവിടെ എത്തിയോ? വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തി തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ചെറിയ കിരീടങ്ങൾ വെച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത്തവണ വളരെ വ്യത്യസ്തമായി നമുക്ക് പറയാൻ കഴിയുന്നത് കുട്ടികൾ അധികം കരയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ വർഷമുള്ള ഒരു ആചാരം പോലെ കൊണ്ടുനടക്കുന്ന സംഭവമായിരുന്നു കുട്ടികൾ കരയുകയാണെന്നുള്ളത്. പക്ഷേ ഇത്തവണ എല്ലാവരും നല്ല ചിൽ മൂഡിലാണ് നിൽക്കുന്നത്. ആരും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അമ്മേനെ കാണുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ചിരികളികളുമായിട്ടൊക്കെയാണ് കുട്ടികൾ പോകുന്നത്. നമുക്ക് കുട്ടികളുടെ പ്രതികരണം നോക്കാം. നേരത്താ അമ്മയുടെ പറയില്ലോ മുട്ടായിട്ടോ വാങ്ങിച്ചു വന്നാമ്മ. ഇത്തരത്തിലിപ്പോ വിദ്യാർത്ഥികള് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പകുതിയോളം കുട്ടികളെ എത്തിയിട്ടുള്ളൂ. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ നിലവിൽ മുൻനിരയിൽ സീറ്റ് കൊടുത്തിട്ടുള്ളത്. മറ്റ് 3ാം ക്ലാസ് 4ാം ക്ലാസ് വിദ്യാർത്ഥികളൊക്കെ പുറമേ ചെന്നതാണ്. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊപ്പം മാതാപിതാക്കന്മാരൊന്നുമില്ല. അവർ ഒറ്റക്കാണ് ഇരുത്തിയിട്ടുള്ളത്. അവരങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ല. എല്ലാവരും നല്ല അച്ചടക്കത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ 10 മണിയോടുകൂടി ഇവിടുത്തെ പരിപാടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാർത്ഥികളുള്ള ഗിഫ്റ്റുകളും മറ്റും സജ്ജമാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ അധ്യാപകരും മറ്റും. പരിപാടികൾ അതിന്റെ തുടക്കത്തിലേക്ക് കടക്കുകയാണ്. അറിയാം, തീർച്ചയായും. സാരംഗാണ് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും അവിടെ കുറുമ്പുകളൊന്നും കാണിക്കാതെ കുട്ടിക്കുരുന്നുകൾ അവിടെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ട് 10 മണിയോട് കൂടിയാണ് ഉദ്ഘാടനം നടക്കുക. തേനീച്ചയുടെയും കുട്ടിമുയലിന്റെയും ചിത്രശലഭത്തിന്റെയും ഒക്കെ രൂപമുള്ള കിരീടമൊക്കെ വെച്ച് വളരെ കളർഫുള്ളായി ഹാപ്പി ആയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങുവാൻ വേണ്ടി. അപ്പോൾ എല്ലാ സ്കൂളുകളിലും, സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിൽ വർണ്ണാഭമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തെ വളരെ ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം എല്ലാവരും സ്വാഗതം ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് എല്ലായിടത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. പ്രവേശനോത്സവത്തിൽ
കളിക്കാനുള്ള ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇതൊക്കെ പഠിച്ചെടുത്ത് ഇനി സ്റ്റേജിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ കുട്ടിക്കൂട്ടം എല്ലാം ഉള്ളത്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടു കൂടി അതൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവേ നമ്മൾ ഈ 1ാം ക്ലാസ്സിലേക്കൊക്കെ കുട്ടികൾ എത്തുമ്പോൾ ആദ്യമായി സ്കൂളിൽ എത്തുന്നതിൻ്റെ ആശങ്കയും വിഷമവും ഒക്കെ കാണും. പക്ഷേ ഇത്തവണ ആർക്കും അതില്ല എന്നുള്ളതാണ്. സാരംഗിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാമെന്ന് തോന്നുന്നു. സാരംഗ്, നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സ്മാർട്ടാണ്, ബോൾഡാണ്. അങ്ങനെ പെട്ടെന്ന് കരഞ്ഞ് അല്ലെങ്കിൽ അമ്മയെ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് മാറിയിരിക്കുന്ന കുട്ടികളൊന്നുമല്ല. നമ്മുടെയൊക്കെ കാലത്തെ പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയാം. അപ്പം ഒന്നാമത് മാത്രമല്ല, 1ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികളൊക്കെ നേരത്തെ തന്നെ pre-KG, LKG, UKG ഒക്കെ കഴിഞ്ഞെത്തുന്ന കുട്ടികളാണ്. അപ്പം സ്കൂളിലെത്തിയുള്ള പരിചയമൊക്കെ അവർക്കുണ്ട്. അപ്പം നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാമെന്ന് തോന്നുന്നു. പാട്ടൊക്കെ പാടാനും ഡാൻസ് ഒക്കെ കളിക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരുപാട് കുരുന്നുകൾ അവർക്കിടയിൽ ഉണ്ടാകും. നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാമെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും ഇത്തവണ കുട്ടികൾ അങ്ങനെ ഒട്ടും പ്രശ്നക്കാരൊന്നുമല്ല. എല്ലാവരും ഭയങ്കര സ്മാർട്ടായിട്ടാണ് ഇപ്പൊ നിലവിൽ ഇവിടെ കോട്ടൺ ഹിൽസിലുള്ളത്. മോളുടെ പേരെന്താ? എത്രാം ക്ലാസ്സാ? പാട്ട് പാടുവോ? മോളുടെ പേരെന്താ? എത്രാം ക്ലാസ്സാ? അമ്മയുടെ ഇവിടെ തന്നെ ഉണ്ടോ? പാട്ട് പാടുവോ? പാടും. ഏത് പാടുക? പാടിക്കോ. സ്വല്പം നാണക്കാരാണ് ആര്യ. പാട്ടുപാടാൻ തയ്യാറാണെങ്കിലും വട്ട് കളിപ്പിക്കുന്നുണ്ട് കുട്ടികളൊക്കെ എന്ന് തോന്നുന്നു. എന്തായാലും പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതമൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പാടാൻ റെഡിയാവാത്ത സ്വാഭാവികമാണ്. കുഞ്ഞുങ്ങളല്ലേ, ആദ്യമായിട്ട് മൈക്കും ക്യാമറയും ഒക്കെ കാണുമ്പോൾ, അതും പുതിയൊരു അന്തരീക്ഷത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് പാട്ട് പാടാനൊക്കെ പറഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അതിനൊക്കെ ധൈര്യം കാണിക്കുന്ന ഒരുപാട് ബിരുദന്മാരും മിടുക്കികളും ഒക്കെ അതിനിടയിലും കാണും. നമുക്ക് കണ്ടെത്താം. നമുക്ക് അങ്ങനെയുള്ള കലാകാരന്മാരെയൊക്കെ പാട്ടൊക്കെ പാടിക്കാം. ഞാൻ സാരംഗിലേക്ക് മടങ്ങിയെത്താം. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, അവിടെ ഈ പ്രവേശനോത്സവത്തിനുള്ള തുടക്കം ആകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളെല്ലാം അവിടെ ആ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരിക്കൽ കൂടി. ആര്യ, കുട്ടികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അവരെല്ലാം ഈ ഒരു ദിവസത്തിന്റെ സന്തോഷത്തിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇതിൽ വലിയ കരച്ചിലോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ വളരെ സന്തോഷമായിട്ട് ഈ ദിവസത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. നേരത്തെ പലതവണ ആര്യ സൂചിപ്പിച്ചതുപോലെ ഈ LKGയും UKGയും എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടെത്തുന്നവർക്ക് വലിയ പരിഭവമോ അല്ലെങ്കിൽ വലിയ കരച്ചിലോ ഒന്നും തന്നെ ഇല്ല. ഈ ദിവസത്തിന്റെ പകിട്ട് അവർ ആസ്വദിക്കുക തന്നെയാണ് എന്ന് തോന്നുന്നു. ഇവിടെ ഈ ഗേൾസ് ഹൈസ്കൂളിൽ അതിനോടൊപ്പം ചേർന്നുള്ള LP വിഭാഗമാണിത്. ഇവിടെ മറ്റ് ക്ലാസ്സുകളിലെയും കുട്ടികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങളുടെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും എല്ലാം തന്നെ പിന്തുണ പറഞ്ഞുകൊണ്ട് അവരും ഇവിടേക്ക് ഈ ദിവസത്തിന്റെ സന്തോഷത്തിൽ അവരും പങ്കാളികളാകുന്നു. 25 കുട്ടികളാണ് ഇവിടെ ഈ ക്ലാസ്സിലുള്ളത്. ഇതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ പ്രവേശനോത്സവം വളരെ ഭംഗിയായി വളരെ മോടിയോടുകൂടി തന്നെയാണ് നടക്കുന്നത്. ഏതായാലും ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം ഇപ്പോൾ ചുറ്റുപാടും പാട്ടും കാര്യങ്ങളും എല്ലാമായിട്ട് വലിയ രീതിയിൽ സജീവമായിരിക്കുന്നു എന്നതാണ്. കുട്ടികളെ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന 1ാം ക്ലാസ്സിലെ കുട്ടികളെ അവരെല്ലാവരും തന്നെ അതിൻ്റെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി അവരെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം അത് സന്തോഷത്തിന്റെ തന്നെയാണ്. അപ്പൊ പണ്ട് കരച്ചിലുകളോടുകൂടി അടയാളപ്പെടുത്തിയിരുന്ന ആ ദിവസത്തിന്റെ ആ ഒരു മുഖം അങ്ങ് മാറിയിരിക്കുന്നു എന്നതാണ്. എല്ലായിടത്തും ചിരിക്കുന്ന മുഖങ്ങൾ തന്നെ നിറയുന്നു എന്നത് വലിയ സന്തോഷങ്ങൾ തന്നെയാണ്.
ആ ഒരു ദിവസത്തിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. വൈകാതെ ഇതിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യും. ആര്യ, തീർച്ചയായും കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടിയാണ് നമുക്കൊപ്പം ചേർന്നത്. അങ്ങനെ വർണ്ണാഭമായ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. ഇനി അരമണിക്കൂറിനുള്ളിൽ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും എല്ലാ സ്കൂളുകളിലും. അതിന് പിന്നാലെ ഈ പ്രവേശനോത്സവ ചടങ്ങുകൾ ഔദ്യോഗികപരമായി തുടങ്ങും. ഇപ്പോൾ കുട്ടികളെല്ലാം എത്തിയിട്ടുണ്ട് സ്കൂളുകളിലേക്ക്. അവർ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഇങ്ങനെ ആഘോഷ പരിപാടികളൊക്കെ കണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവൃത്തി സമയത്തിനും പ്രവൃത്തി ദിനങ്ങൾക്കും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. പ്രവൃത്തി സമയം ഹൈസ്കൂളിൽ അല്പം കൂടിയിട്ടുണ്ട്, അരമണിക്കൂർ കൂടിയിട്ടുണ്ട് ഇത്തവണ. അതോടൊപ്പം തന്നെ പ്രവൃത്തി ദിനങ്ങളിലും ആ മാറ്റം വന്നിട്ടുണ്ട്. ഒരു അധ്യയന വർഷത്തിൽ 220 പ്രവൃത്തി ദിനം വേണമെന്ന ആവശ്യവുമായി CK ഷാജി നടത്തിയ നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ ഈ 2.5 വർഷത്തിന് ശേഷം ഫലം കണ്ടിരിക്കുന്നത്. 6.5 പതിറ്റാണ്ടായി കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ഉറങ്ങിക്കിടന്ന നിയമമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പുതിയ സമയക്രമത്തിലായിരിക്കും ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനങ്ങൾ. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ പഠനം അധികമായും ഹൈസ്കൂളുകളിൽ 6 ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനവും ഉൾപ്പെടുന്നതായിരിക്കും ഈ വർഷത്തെ അക്കാദമിക് കലണ്ടർ. സ്കൂൾ തുറക്കുന്നതിന് തലേദിവസമാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനയിൽ കലണ്ടർ പുറത്തിറക്കിയത്. അധ്യാപകന്റെ ഏറ്റവും കുറഞ്ഞ ജോലി സമയം ആഴ്ചയിൽ 45 മണിക്കൂറായി ക്രമീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് മൂവാറ്റുപുഴ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജരും PTA-യും ഹൈക്കോടതിയെ സമീപിച്ചത്. സ്കൂൾ തുറക്കുന്നതിന് 10 ദിവസം മുൻപ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലണ്ടർ അവധികൾ അടക്കം സൂചിപ്പിച്ച് പുറത്തിറക്കണമെന്നാണ് കേരള വിദ്യാഭ്യാസ നിയമം. എന്നാൽ 2025-26 അധ്യയന വർഷത്തെ കലണ്ടർ സ്കൂൾ തുറക്കുന്നതിന് തലേ ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രകാരം 1 മുതൽ 4 വരെ ക്ലാസുകൾക്ക് 198 പ്രവൃത്തി ദിനങ്ങളും UP-യിൽ 200 അധ്യയന ദിനങ്ങളും 8 മുതൽ 10 വരെ ക്ലാസുകൾക്ക് 220 പ്രവൃത്തി ദിനങ്ങളും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ അധിക പഠന സമയവും ഉണ്ടാകും. 6 ശനിയാഴ്ചകളിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉണ്ടായിരിക്കുക. ന്യൂസ് 18 കൊച്ചി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ദിവസങ്ങളിലും സമയത്തിലുമൊക്കെ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ മാറ്റത്തെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇന്ന് ന്യൂസ് 18 മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ഈ ഹൈസ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കുള്ള ആശങ്കകളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അത് ഈ ആശങ്കയൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്നൊക്കെ ഉള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക്. അതൊരു ആശങ്ക, ശരിയാണ് ആശങ്ക. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം ഇങ്ങനെ കൊണ്ടുവന്നത് അധ്യാപക സംഘടന തന്നെയാണ്. 210 ദിവസവും 220 ദിവസവും എല്ലാം വെച്ച് മര്യാദയ്ക്ക് കാര്യങ്ങളോട് നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഈ ദിവസങ്ങൾ കൂടിപ്പോയി ഞങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന കോടതി പോകാൻ വേണ്ടി തീരുമാനിച്ചു. കോടതി ഒരു ഉന്നതതല എക്സ്പെർട്ട് കമ്മിറ്റി വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഉന്നതതല എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ഒരു നിർദ്ദേശം നൽകി. ആ കമ്മിറ്റി നിർദ്ദേശം നൽകിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ, അതും അതുപോലെ കേരള എഡ്യൂക്കേഷൻ റൂള്, ഇത് രണ്ടും ബേസിക്കായിട്ട് എടുത്തുകൊണ്ടാണ് അവർ തയ്യാറാക്കിയത്. ഞങ്ങളും അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് ഒരു വർഷം എത്ര ദിവസം പഠിപ്പിക്കണം, എത്ര മണിക്കൂർ പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതിന്റെ ഉത്തരവാദി അധ്യാപകർ തന്നെയാണ്. മാറ്റം വന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് മന്ത്രി വിശദീകരിച്ചത്. അപ്പോൾ നമ്മൾ ഇനി ഇടുക്കിയിലേക്ക് പോയാലേ, ഇടുക്കിയിൽ പുതിയൊരു ചലഞ്ച്, ഒരു വ്യത്യസ്തമായ പരിപാടിയുമായിട്ട് ഇത്തവണ രംഗത്തെത്തിയത് ഇടുക്കിയുടെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയാണ്. റീയൂസ് ചലഞ്ചാണ് ഈ കുട്ടികൾക്കായിട്ട് കളക്ടർ മുന്നോട്ട് വെച്ച ആശയം. അതായത് പ്രാക്ടീസ് റീയൂസ് ബി എ ഗ്രീൻ ചാമ്പ് പദ്ധതിയാണ് അവിടെ നടപ്പാക്കുന്നത്. മുൻ വർഷങ്ങളിലെ ബാഗ്, യൂണിഫോം, കുട, ചെരുപ്പ്, വാട്ടർ ബോട്ടിൽ, ചോറുപാത്രം എന്നിവ വീണ്ടും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ അധ്യാപകരുടെ സഹായത്തോടുകൂടി കണ്ടെത്തിയിട്ട് ജില്ലാ കളക്ടറുടെ കയ്യൊപ്പോടുകൂടി ഒരു ഗ്രീൻ ചാമ്പ് സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകും.
ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. നമ്മൾ സ്കൂൾ തുടങ്ങാൻ പോകുന്നുണ്ടല്ലേ, നമുക്കൊരു ചാലഞ്ചിനോട് തുടങ്ങിയാലോ? നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ശുചിത്വ മിഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഗ്രീൻ ലിറ്റിൽ ചാംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാലഞ്ച് നടത്തുകയാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് ബാഗ്സ്, യൂണിഫോം, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സസ് എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ പ്രാവശ്യവും ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് നൽകും. ആൻഡ് ഇതുപോലെ 3 സാധനങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു സമ്മാനവും കിട്ടും. നിങ്ങൾ നേരത്തെ ഇതൊക്കെ മേടിച്ചു പോയിരുന്നാൽ കുഴപ്പമില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സാധനങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ടീച്ചേഴ്സ് വഴി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെറുതല്ല. നമ്മുടെ പ്ലാനറ്റിൻ്റെ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന റിസോഴ്സസ് നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ്. കൂടുതൽ നമ്മുടെ പ്ലാനറ്റിനെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു നല്ല ലോകമാണ് നിങ്ങളുടെ കാര്യം മുഖേന നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. എനിക്കറിയാം നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കുട്ടികളും മിടുക്കി മിടുക്കന്മാരായിട്ട് വരും. എല്ലാവർക്കും എൻ്റെ കയ്യിൽ പോയിട്ട് ഗ്രീൻ ചാംസിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാനാവട്ടെ എന്ന് കൂടി അഭ്യർത്ഥിച്ചിട്ട് വൺസ് മോർ ബി ദി ഗ്രീൻ ചാംസ്, ലെറ്റ് us all meet. ഇടുക്കിയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സന്ദേശം തന്നെയാണിത്, ആശയം തന്നെയാണിത്. കാരണം പല കുട്ടികളും ഇത്തരത്തിൽ പഴയ വസ്തുക്കൾ, ബാഗ് ആയിക്കോട്ടെ, ബോട്ടിൽ ആയിക്കോട്ടെ, കുട ആയിക്കോട്ടെ, ഇതൊന്നും റീയൂസ് ചെയ്യാൻ അടുത്തൊരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ തയ്യാറാകില്ല. പുതിയ പുതിയ ബാഗുകളും ഡിസൈനുകളും ഒക്കെ വിപണിയിൽ എത്തുമ്പോൾ അതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് വാശി പിടിക്കുന്ന ഒരുപാട് കുട്ടികളെ കാണും. പക്ഷേ നമുക്കറിയാം എല്ലാവരുടെ സാമ്പത്തിക സ്ഥിതി അത്തരത്തിലല്ല. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത രക്ഷിതാക്കളുമുണ്ട്. അപ്പോൾ സ്കൂളിൽ ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു മത്സരം അല്ലെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴൊക്കെ ചില കുട്ടികളുടെയെങ്കിലും മാനസിക നിലയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് റീയൂസ് ചെയ്യാനുള്ള ഒരു സന്ദേശം നൽകുന്ന, ഒരു ആത്മവിശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സമ്മാനമൊക്കെ കിട്ടും. അതൊരു വലിയ കാര്യമാണ് എന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു നല്ല ആശയമാണ് അല്ലേ? അപ്പോൾ ഇതെല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇടുക്കിയുടെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയം. അപ്പോൾ നമ്മൾ ഈ സ്കൂൾ പ്രവേശനത്തിൻ്റെ സന്തോഷകരമായ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത വരുന്നത്. സ്കൂൾ പ്രവേശനത്തിന് കാത്തിരുന്ന 4.5 വയസ്സുകാരിക്ക് ഓടയിൽ വീണ് ദാരുണാന്ത്യം. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശികളായ അനീഷ് രശ്മി ദമ്പതികളുടെ മകൾ അക്ഷികയാണ് മരിച്ചത്. കളിക്കുന്നതിനിടയിൽ കാൽ വഴുതി ഓടയിൽ വീണ് കുഞ്ഞ് 200 മീറ്ററിലധികം ഒഴുകിപ്പോവുകയായിരുന്നു. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ഒരുപാട് സങ്കടമുണ്ട് ഈ വാർത്ത കേൾക്കുമ്പോൾ. ഇന്നിപ്പോൾ മറ്റു കൂട്ടുകാർക്കൊപ്പം സ്കൂളിൽ പോയിരിക്കേണ്ട ഒരു കുഞ്ഞുമോളായിരുന്നു അക്ഷിത. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? തീർച്ചയായും അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശികളായ അനീഷ് രശ്മി ദമ്പതികളുടെ മകളാണ് അക്ഷിക. 4.5 വയസ്സ് മാത്രമേ ഈ കുട്ടിക്ക് പ്രായമുള്ളൂ. കഴിഞ്ഞ ദിവസമായിരുന്നു ദാരുണമായ സംഭവം ഉണ്ടായത്. ഇവർ കുടുംബത്തോടെ രശ്മിയുടെ വീട്ടിലായിരുന്നു, അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ വീട്ടിലായിരുന്നു, കൊല്ലം പന്മനയില്. അപ്പോൾ അവിടെ വീടിന് സമീപത്ത് ഒരു ഓടയുണ്ട്. ആ ഓടയിൽ വീണാണ് ഈ കുട്ടിക്ക് ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുട്ടി ഓടയ്ക്ക് സമീപം ഇരുന്ന് കളിച്ചു എന്ന് പറയുന്നുണ്ട്. കളിച്ചപ്പോൾ കാൽ വഴുതി ഓടയിലേക്ക് വീഴുകയും ഏകദേശം ഒരു 200 മീറ്ററോളം കുട്ടി വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നാട്ടുകാർ ഓടിക്കൂടുകയും കുട്ടിയെ എടുക്കുകയും ചെയ്തു. ഉടനെ പ്രാഥമിക ശുശ്രൂഷകൾ നടത്തുകയും ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടി കൊട്ടാരക്കര പള്ളിക്കലെ LPSലെ LKGയിൽ പ്രവേശനം നേടിയിരുന്നു. ഇന്ന് പ്രവേശനോത്സവമൊക്കെ നടക്കുകയാണ്. അവിടെ സ്കൂളിൽ പോകാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആ സമയം ഒപ്പമില്ലായിരുന്നു. കുട്ടിക്ക് ഈ ബാഗും പുസ്തകങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് അവർ കടയിൽ പോയിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. മടങ്ങി എത്തിയപ്പോഴാണ് ഇത് അറിയുന്നതും. എന്തായാലും അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ്. കുട്ടിയുടെ മൃതശരീരം കരുനാഗപ്പള്ളിയിൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആര്യ. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. വിനീഷ് പറഞ്ഞതുപോലെ തന്നെ അതീവ ദുഃഖകരമായ ഒരു വാർത്തയായിപ്പോയി. ഇന്ന് ഈ രാവിലെ നമ്മളെ തേടി എത്തിയത് 4.5 വയസ്സുകാരി കൊട്ടാരക്കര പള്ളിക്കലിലാണ് ഓടയിൽ വീണ് മരിച്ചത്. കളിക്കുന്നതിനിടയിൽ കാൽ വഴുതി വീഴുകയായിരുന്നു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശികളായ അനീഷ് രശ്മി ദമ്പതികളുടെ മകൾ അക്ഷികയാണ് മരിച്ചത്. ഇന്ന് സ്കൂളിലേക്ക് എത്തേണ്ട ഒരു കുരുന്നായിരുന്നു. LKGയിൽ അഡ്മിഷനൊക്കെ നേടിയിട്ട് ഇരിക്കുകയായിരുന്നു.
അതിനിടയിലാണ് ഈ വളരെ ദാരുണമായ സംഭവം ഉണ്ടായത്. മടങ്ങിയെത്തുമ്പോൾ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ അത് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ തത്സമയത്തിലേക്കാണ് പോകുന്നത്. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളിച്ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളിച്ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. കിനാവിൻ ചിറകുകളറിയും ലഹരിക്കെതിരായി കൈകോർക്കാം. അനാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുടർന്നൊരു പോരാട്ടം. കരുതലിൻ ഉജ്ജ്വല കവചത്താൽ നവ കേരളം ഒന്നിന് നേടിടാം. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. ശ്രുതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളിച്ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളിച്ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവിടെ സംസ്ഥാനതല പ്രവേശനോത്സവം അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കണ്ട പ്രവേശനോത്സവത്തിന്റെ ഗാനം രചിച്ച ഭദ്ര എന്ന കുട്ടി മുഖ്യമന്ത്രിയോട് വന്ന് അനുഗ്രഹം വാങ്ങുന്നതും ആ വിശേഷം പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. മന്ത്രി പി പ്രസാദും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഇപ്പോൾ വേദിയിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ്. വളരെ വർണ്ണാഭമായി തന്നെ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം സംസ്ഥാനത്ത് കുറിക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിഥികളെ എല്ലാവരെയും ഇപ്പോൾ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. കുട്ടികൾ ചേർന്നാണ് വേദിയിലേക്ക് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. ഇപ്പോൾ കുട്ടികൾക്ക് മുഖ്യമന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ബാഗ് അടക്കമുള്ള പഠനോപകരണങ്ങളാണ് അവർക്ക് സമ്മാനമായി നൽകുന്നത്. അത് വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2.5 ലക്ഷത്തോളം കുരുന്നുകളാണ് ഇത്തവണ പൊതുവിദ്യാലയങ്ങളിലേക്ക് 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിനായി എത്തുന്നത്. 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികളെയാണ് അവിടെ വർണ്ണാഭമായ തൊപ്പികളൊക്കെ വെച്ച് ഒരുക്കി മിടുക്കന്മാരും മിടുക്കികളുമാക്കി ആ വേദിയുടെ ആ സദസ്സിൽ ആദ്യം തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ചേർന്ന് പഠനോപകരണങ്ങൾ സമ്മാനമായി നൽകുകയാണ്. ഈ സമ്മാന വിതരണത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രി പി പ്രസാദും മന്ത്രി സജി ചെറിയാനും എല്ലാവരും വേദിയിലേക്ക് എത്തുക. അതിനുശേഷം സംസ്ഥാനത്തെ പുതിയ അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും.
സമഗ്രമായ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് ഇത്തവണ അധ്യയന വർഷം തുടങ്ങുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈസ്കൂൾ തലത്തിൽ അരമണിക്കൂർ അധികം സമയമുണ്ട് ഇനി മുതൽ. അതോടൊപ്പം തന്നെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 6 മുതൽ 7 ശനിയാഴ്ചകൾ വരെ പ്രവൃത്തി ദിവസമായിരിക്കും ഈ വർഷം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല, നമുക്കറിയാം സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ലഹരി വ്യാപനം അടക്കമുള്ള ഗുരുതരമായ ഒരുപാട് സാമൂഹിക വിപത്തുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ നേരിടാൻ കുട്ടികളെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ സിലബസിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലും അപ്പുറം പ്രധാനപ്പെട്ട ഒന്ന്. അവരെ വ്യക്തിത്വ ബോധമുള്ള പൗരന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവരുടെ വ്യക്തിത്വ വികസനത്തിനടക്കം സംഭാവന ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെയാണ്, അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടിയാണ്. അപ്പോൾ ഇത്തവണ മുതൽ തുടക്കത്തിൽ ചെല്ലുമ്പോഴേ ഈ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനപ്പുറം അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ, അത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ ആയിരിക്കും ആദ്യത്തെ 2 ആഴ്ച കുട്ടികൾക്കെല്ലാം നൽകുക എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം അനൗൺസ് ചെയ്തത്. സൂംബ ഡാൻസ് അവരെ സ്കൂളുകളിൽ ഇനി മുതൽ പരിശീലിപ്പിക്കും എന്നുള്ളത്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഒരുപാട് സ്ട്രെസ്സുകൾ നിറഞ്ഞ ഈ കാലത്ത് അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൂംബ പോലുള്ള ഡാൻസ് ഒക്കെ പരിശീലിപ്പിക്കാം എന്നുള്ള ഒരു ആശയത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും എത്തുന്നതും. എന്തായാലും അങ്ങനെ സമൂലമായ മാറ്റങ്ങളോടുകൂടി ഒരു പുതിയ അധ്യയന വർഷത്തിന് ഇവിടെ തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ളവർ വേദിയിലേക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ കളവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണ സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. പ്രവേശനോത്സവം അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. സംഘാടക സമിതി ചെയർമാനുമായ ശ്രീ PP ചിത്തരഞ്ജനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആഹ്ലാദകരമായ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന കേരളത്തിൻ്റെ ആരാധ്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ B. ശിവൻകുട്ടി അവറുകളെ, പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത ഇവിടെ കൃത്യമായി നമ്മൾ ആ ബാഗ് നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കൊടുക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകരും ഒന്ന് കുഞ്ഞുങ്ങളെ ശാന്തരാക്കിയിരുത്തുക, അവിടെ കൂട്ടം കൂടി നിൽക്കാതിരിക്കുക. ഏറ്റവും ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, വേദിയിലുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ, ശ്രീ P. പ്രസാദ്, ബഹുമാനപ്പെട്ട MLA-മാർ, ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, 2025-26 വർഷത്തെ പ്രവേശനോത്സവം ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനബോധത്തോടും കൂടിയാണ് ആലപ്പുഴയിലെ കലവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലയിലെയും സംസ്ഥാനത്തെയും പഠന നിലവാരത്തിലും ഭൗതിക സാഹചര്യത്തിലും കഴിഞ്ഞ 9 വർഷക്കാലത്തിനുള്ളിൽ അത്ഭുതകരമായ നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞ ഒരു സ്കൂളാണ് കലവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിൽ വെച്ച് ഈ കലോത്സവം നടക്കുമ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ നിരന്തരമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് നാം എല്ലാം ജീവിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ
സമൂഹത്തിന് സാമൂഹ്യമായിട്ടുള്ള പുരോഗതി പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഇത്തരത്തിൽ മനസ്സിലാക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിദ്യാഭ്യാസമെന്ന് നമുക്കെല്ലാം അറിയാം. ഇന്നലകളിലേക്ക് മാത്രമല്ല, നാളുകളിലേക്കുള്ള നമ്മുടെ മുതൽക്കൂട്ടാണ്, നിക്ഷേപമാണ് വിദ്യാഭ്യാസം. ഈ തിരിച്ചറിവാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കഴിഞ്ഞ 9 വർഷക്കാലമായി ഏറ്റവും ഉയർന്ന പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയെ സമീപിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ പുരോഗതി കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 9 വർഷക്കാലത്തിനുള്ളിൽ സമാനതകളില്ലാത്ത പശ്ചാത്തല വികസന സൗകര്യങ്ങളും അതിൻ്റെ ഫലമായി നേടുവാൻ കഴിഞ്ഞ നേട്ടങ്ങളും ഇതൊന്നും ഞാൻ വിശദീകരിക്കുകയല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, മറ്റു മന്ത്രിമാരുണ്ട്, അവരെല്ലാം പറയും. മലയാളിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ തെക്കേ അതിർത്തിയായ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നിട്ടുള്ള വികസനം, ഈ വികസനം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലെ പ്രതീക്ഷാനിർഭരമായ യാഥാർത്ഥ്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 5000 കോടി രൂപ ഈ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളെ മെച്ചപ്പെടുത്താൻ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഇന്ത്യയിലൊരു സംസ്ഥാനവും ചെലവഴിക്കാത്ത നിലയിലാണ് ഈ കേരള സംസ്ഥാനം ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതറിയാം. ചോർന്നൊലിക്കുന്ന മേൽക്കൂരകൾ. ഞങ്ങളൊക്കെ ഏറ്റവും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലുള്ള ഒരാളെന്നുള്ളതിൽ ഞാൻ പറയുന്നു, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ചോർന്നൊലിക്കുന്ന സ്കൂളുകളെയാണ് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു യൂത്രം ഒഴിക്കാനുള്ള സൗകര്യം പോലുമില്ലാത്ത, ടോയ്ലറ്റ് പോലുമില്ലാത്ത പരിതാപകരമായ ഒരവസ്ഥയായിരുന്നുവെങ്കിൽ ഇന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, ഒടിഞ്ഞ ഒരു ബെഞ്ചുമില്ല, ഒടിഞ്ഞ ഒരു ഡെസ്കുമില്ല, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നല്ല കളർ ലാബുകളുണ്ട്, ലൈബ്രറികളുണ്ട്, കളി ഉപകരണങ്ങളുണ്ട്, കേരളത്തിൽ കളിസ്ഥലങ്ങളുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കേരളം ഇന്ന് സ്മാർട്ട് ക്ലാസുകളുടെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് മാറുവാൻ കഴിഞ്ഞു. എന്തിനേറെ, ഈ സ്കൂളിലടക്കം പ്രീ പ്രൈമറി സ്കൂളുകളിൽ പോലും ഇന്ന് കാണുന്ന മാറ്റം അത് വിവരിക്കുവാൻ കഴിയുന്ന നിലയിലല്ല, ആ നിലയിലുള്ള വലിയ മാറ്റം നമുക്കുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന, കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറെ പ്രിയകരനായിട്ടുള്ള, ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും ആദരവോടും കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുക. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ സംഘാടക സമിതിയുടെ രൂപീകരണം മുതൽ ഇതുവരെയുള്ള ഓരോ സന്ദർഭത്തിലും ഇടപെട്ടുകൊണ്ട് ഇത് വിജയിപ്പിക്കാൻ മാത്രമല്ല, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്ക് പുതിയ ഒരു ചൈതന്യം പകരുവാൻ കഴിയുന്ന നിലയിൽ ഇടപെട്ടേകൊണ്ടേയിരിക്കുന്ന, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഏറ്റവും ആദരണീയനായിട്ടുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി, ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കാം. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ,
ഈ കലോത്സവത്തിന്റെ സംഘാടക സമിതിയുടെ രൂപീകരണം മുതൽ, ഈ പ്രവേശനോത്സവ സംഘാടക സമിതിയുടെ രൂപീകരണം മുതൽ ഓരോ ദിവസക്കാലവും നിരന്തരം ബന്ധപ്പെടാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും സമയം കണ്ടെത്തി ഇതിന്റെ യോഗത്തിൽ പോലും പങ്കെടുക്കുവാൻ താല്പര്യം കാണിച്ചുവിടെത്തിയ ആലപ്പുഴയുടെ സ്വന്തം ശ്രീ സജി ചെറിയാനെ ഞാൻ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി ശ്രീ പി പ്രസാദ്, ഞാൻ നേരത്തെ സജി മന്ത്രിയെ പറഞ്ഞതുപോലെ തന്നെയാണ്, അദ്ദേഹവും എല്ലാ ദിവസവും എന്നെ വിളിച്ച് ഈ ഇതിലെ കാര്യങ്ങൾ അന്വേഷിച്ചു, ഇടപെട്ടു, എല്ലാ പ്രോത്സാഹനം നൽകി. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രിക്ക് ശ്രീ പി പ്രസാദിന് ഞാൻ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുക. ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ട MLA-മാർ അവരെല്ലാം കൂടെ ചേർന്നാണ് ഇതിന്റെ സംഘാടനം. അവരോരോരുത്തരെയും ശ്രീ HS സലാം MLA, അതുപോലെ തന്നെ ശ്രീ U പ്രതിഭ MLA, ശ്രീമതി ദലീമ ജോജോ MLA, ശ്രീ MS അരുൺകുമാർ MLA, ഈ 4 ബഹുമാനപ്പെട്ട MLA-മാരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുക. ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി KG രാജേശ്വരി, ഏറ്റവും അവസാനം ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം അടിയന്തരമായി പൂർത്തീകരിക്കാൻ വേണ്ടി 37 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു നൽകിയത്. വളരെ ശക്തമായി ഇക്കാര്യത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി KG രാജേശ്വരിക്ക് ഞാൻ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുക. ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് IAS സ്വാഗതം പറയും. അതോടൊപ്പം തന്നെ വേദിയിലുള്ള ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ശിവപ്രസാദ്, മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഈ സംഘാടക സമിതിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി മുന്നോട്ട് പോകുന്ന പ്രിയകരനായിട്ടുള്ള ശ്രീ R നാസറിന് ഞാൻ സ്വാഗതം പറയുന്നു. വേദിയിലുള്ള മുൻ MP ശ്രീ AM ആരിഫിന് സ്വാഗതം ആശംസിക്കുക. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ടീച്ചർ, അതുപോലെ റിയാസ്, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ അജിത്ത്, സംഗീത അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുക. ഇവിടെ ഈ സംഘാടനത്തിന്റെയും ഈ പ്രവർത്തനങ്ങളുടെയും എല്ലാം പ്രധാനപ്പെട്ട റോൾ വഹിച്ചുകൊണ്ട് സജീവമായി ഇവിടെ നിലനിൽക്കുന്ന നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് IAS, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ DD ആയിട്ടുള്ള ശ്രീമതി ശ്രീലത, നമ്മുടെ DPC ആയിട്ടുള്ള MS വിനോദ് കുമാർ, ഇവിടുത്തെ PTA-യുടെ പ്രസിഡന്റ് മോഹൻദാസ്, ഈ സ്കൂളിലെ പ്രധാന 3 അധ്യാപകർ, അവരെ പറയാതെ പോകാൻ കഴിയില്ല, അവരാണ് ഈ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഞ്ജു ടീച്ചർ, മേരി ആഗ്നസ് ടീച്ചർ, സൈനബ ടീച്ചർ, ഇവരെ എല്ലാം ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ ഈ നമ്മുടെ ഗാനം രചിച്ച കുമാരി ഭദ്രയ്ക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലുള്ള മറ്റെല്ലാ ഉദ്യോഗസ്ഥരും സംസ്ഥാനത്തെ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം, ഔദ്യോഗികമായ പ്രവേശനോത്സവത്തിന്റെ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. ആലപ്പുഴ കലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ ചടങ്ങുകളാണ് നമ്മൾ കണ്ടത്. 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്.